എല്ലാവർക്കും വിനയം നിറഞ്ഞ നമസ്കാരം. കയറി വന്നപ്പോൾ മ്യൂസിക്കും പ്രൊഫൈലൊക്കെ കൂടെ അതിൻ്റെ ഈണവും താളവും കംപ്ലീറ്റ് പോയി. എങ്കിലും അതിനിടയിൽ നിങ്ങൾ അങ്ങിങ്ങായിട്ട് തന്ന കൈയടികളൊക്കെ കേട്ടു. വലിയ നന്ദി, സ്നേഹം, സന്തോഷം. അതിന് എല്ലാവർക്കും കഴിഞ്ഞുപോയ ഒരു ഓണത്തിൻ്റെയും ഇന്നത്തെ വിദ്യാരംഭത്തിൻ്റെയും എല്ലാം ആശംസകൾ ഈ അവസരത്തിൽ നേരുന്നു. ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കലാകാരന്മാർ തിരശ്ശീലയ്ക്ക് പിന്നിൽ സമയം കെട്ടി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ. നമ്മൾ ഇങ്ങനെ പഴഞ്ചൊല്ലായിട്ട് പറയുമല്ലോ, പട പേടിച്ച് പന്തളത്തിൽ വന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എല്ലാ പന്തം കൊളുത്തി പാർട്ടികളും ഇതിൻ്റെ സ്റ്റേജിൻ്റെ ബാക്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന താരങ്ങളെല്ലാം ഉണ്ട്. അവരെല്ലാം ഉടൻ തന്നെ വേദിയിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമായ, നിങ്ങളെ ചിരിപ്പിക്കാൻ ആവശ്യമായ, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളുമായിട്ട്. ഈ ഒരു പരിപാടി ഒരു വലിയ സതുദ്ദേശത്തോടു കൂടി നടത്തുന്ന പരിപാടിയാണ്. അതിൽ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന മറ്റൊരു കാര്യമാണ്. ആ ഉദ്ദേശത്തോട് ചേർന്ന് നിൽക്കുന്ന മനസ്സുമായി ഇവിടെ എത്തി നിങ്ങൾ ഓരോരുത്തരോടുമുള്ള അഗൈതവുമായ നന്ദി ഈ അവസരത്തിൽ വാക്കുകളാൽ അറിയിക്കുന്നു. ഹൃദയപൂർവ്വം നന്ദി. താങ്ക് യു വെരി മച്ച്. ഈ കയ്യടിക്ക് മാത്രമാണ് ഇപ്പോഴും GST ഏർപ്പെടുത്തിയിട്ടില്ലാത്തത്. അതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് ആഞ്ഞടിക്കാൻ കേട്ടോ. ഇത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ച് നാളെ അടിക്കാം, മറ്റന്നാൾ അടിക്കാം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കുറെ പേര് ഇപ്പോഴും ഈ കയ്യടി പല സ്ഥലങ്ങളിലും കുറഞ്ഞു പോകുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെ ഒരു കയ്യിൽ മൊബൈൽ ഫോണുമായിട്ടാണ് എല്ലാവരും പരിപാടി കാണാൻ വരുന്നത്. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കും, നിങ്ങൾ ആ പരിപാടി കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കും, ഞങ്ങൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർ വേറെയുള്ള ആൾക്കാരെ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കമന്റും കാര്യങ്ങളും നോക്കിയും കണ്ടും എല്ലാം പലപ്പോഴും ഈ നിമിഷത്തിന്റെ സൗന്ദര്യത്തിൽ നിന്ന് പലരും അകന്നു പോകുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ പൂരം TV ലൈവിൽ കാണിക്കുമ്പോൾ 50 ആനയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് മൊബൈൽ പൊക്കി പിടിച്ചിട്ട് 8 ഇഞ്ചിന്റെ സ്ക്രീനിൽ കൂടെ തന്നെ ഈ ആനകളെ മുഴുവൻ കാണുന്നവർ. വള്ളംകളി നടക്കുമ്പം ആ കായലിന്റെ തീരത്ത് ചെന്ന് നിന്ന ശേഷം മൊബൈൽ പൊക്കി പിടിച്ചിട്ട് വീണ്ടും 8 ഇഞ്ചിന്റെ സ്ക്രീനിൽ കൂടെ തന്നെ ഈ വള്ളംകളി കണ്ടുകൊണ്ടിരിക്കുന്നവർ. അപ്പോ ഇത്രയും മനോഹരമായ കാഴ്ചകൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഒത്തുകൂടാറില്ല. ഇങ്ങനെ ഒത്തുകൂടുന്ന ദിവസങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ്, ഓർത്തു വെക്കേണ്ടതാണ്. അതുകൊണ്ട് ആ സമയമെങ്കിലും നമുക്ക് ഇതൊക്കെ വേണേൽ മാറ്റിവെക്കാം. കാരണം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ മൊബൈൽ ഫോണിന്റെ സാധനങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞു, അറിഞ്ഞില്ലേ ആപ്പിളിന്റെ 17 ഇറങ്ങി. പറയുന്ന കേട്ടാത്തൊന്നും ഇവന്റെ ഭാര്യ ഇരട്ട പ്രസവിച്ചു എന്ന്. അത്രയും സന്തോഷമുണ്ട് ആപ്പിളിന്റെ 17 ഇറങ്ങി എന്ന് ഇവൻ പറയുന്നതിനകത്ത്. ഇതിനു മുമ്പുള്ളവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഫോൺ ഏതാ? ആപ്പിളിന്റെ 16. ഞാൻ അമ്മാവൻ മരിച്ചു 16 എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആപ്പിളിന്റെ 16 എന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഫോൺ ഇവർ ഉപയോഗിക്കുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. അത്രയധികം ടെക്നോളജിയെ പിടിച്ചാണ് നമ്മൾ പലപ്പോഴും നിൽക്കുന്നത്. പലരും ഫോട്ടോ എടുക്കുന്നതും കാണുന്നതും എല്ലാം. ഇപ്പോ പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് മലയാള ഭാഷയിലെ വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ ക എന്ന് പറയുന്ന അക്ഷരം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ എത്ര തവണ ഉപയോഗിക്കുന്നു, കായ്ക്ക് എന്തുമാത്രം കഴിവുകളുണ്ട് തുടങ്ങി കായുടെ കഴിവുകളെക്കുറിച്ച് വളരെ വേഗത്തിൽ പറയുന്ന ഒരു ഇനമാണ്. ശ്രദ്ധേറിയ വീക്ഷണം ആവശ്യമായ ഒരു ഇനമാണ്. തലച്ചോറും നാക്കുമായിട്ടുള്ള കണക്ഷൻ വിടിയിച്ചുകൊണ്ടുള്ള ഒരു ഇനമാണ്. ശ്വാസം വിടുന്ന ഗ്യാപ്പുകളിൽ നിങ്ങളുടെ കൈഡികൾ പ്രതീക്ഷിച്ചുകൊണ്ട് കായുടെ കഴിവുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയാണ്. കേരളത്തിലെ കഴിവുള്ള കലാകാരന്മാരെ കൈഡികൾ കൊണ്ട് കുളിരി പൊരിപ്പിക്കാനായി കൂടിയിരിക്കുന്ന കുടുംബങ്ങൾക്ക് എൻ്റെ കൂപ്പയ്ക്കുള്ള കായ്ക്കാണ് കാരങ്ങളിൽ കട്ടി. കുട്ടികളുടെ ഇഷ്ടയിലെ ക്രിക്കറ്റിൽ 2 കളിക്കറമാകുന്ന കോഴയിൽ ഒരുക കാമ്പിളി കുമ്പളെ കനക്കറ അപ്പതെല്ലാം കകാരന്മാരല്ലേ. അമേരിക്കയിൽ ഒരുക ക്ലിന്റന്റെ കാമ്പിക്ക് മോണിക്ക ലെവൻസ്കി 2 ലോകത്തിലും നരകത്തിലും സ്കൂട്ടറും സൈക്കിളിലും കായാണ്. കരയിൽ കിടന്ന കല്ല് കട്ട കടൽ കാറ്റെല്ലാം കായലേ കേട്ടില്ലേ. കൊള്ളാവുന്ന കാര്യം കാ മാത്രമാണ്. കാകാരമാണ് കേരളത്തിന്റെ കരുത്തുള്ള ആകാരം. കരുത്തന്മാരെ കീഴ്പ്പെടുത്ത 4 കാര്യങ്ങളാണ് കാമം, ക്രോധം, കല്ല്, കാമിനി. 4 കായുണ്ട്. കവിൽ കേമൻ, കാളിദാസൻ, കടൽ കേമൻ, കഥകളി, കക്കുന്നേമനാര, കള്ളമാരി കേമന, കായങ്ങളും കൊച്ചുണ്ണി. ഇതൊരു കുരിശാൻ തോന്നുന്നുണ്ടെങ്കിൽ കുരിശി കിടന്ന ക്രിസ്തുവിനും പറ്റുക. ക്രിസ്തു കൃഷ്ണൻ, കനിയമറയും, കാസ കുർബാന, കബർ, കല്ലറ, കാശുരൂപം, കൊന്ത. കാശ് കുറഞ്ഞാലോ കടം കയറിയാൽ കരഞ്ഞും കൊണ്ട് കുടിക്കും. കള്ളാണെങ്കിൽ കൊല്ലം കല്ലുവാതിലേക്ക് തൊണ്ടിച്ച കാര്യം പറയും. ഇനി ഞാൻ കേരളത്തെക്കുറിച്ച് പറയാം. കേരളം എന്ന് തുടങ്ങുന്നത് തന്നെ കായലാണ്. കന്യാകുമാരിക്ക് കാസർഗോഡ് മണ്ഡലക്കാണ് കേരളം കൂടി കുടികൊള്ളുന്നത്. കൂടാതെ കൂടുതലും കാകൊണ്ടുള്ള ജില്ലകളാണ് കേരളത്തിൽ. കേൾപ്പിച്ചരം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കാശ്മീരിന്റെ കണ്ണിന് കുളിർമ കേരളം കാണുവാനാണ്. കാർഗിൽ കാണുന്നോട്ട് കയ്യാങ്കളിൽ കേരളത്തിൽ കാണാനേ ഇല്ല. കരയ്ക്കും കടലും വഴിയിൽ കേര വൃക്ഷങ്ങളുമായി കേരളം കൂടികൊള്ളുന്നു. കേരളത്തിലെ കാടുകളിൽ കടുവ, കരടി, കഴുത, കരമാങ്ങ, കാട്ടാന, കാട്ടുപോത്ത്, കൂലു, കുരങ്ങൻ, കീരി, കുരങ്ങൻ, ഉദര, കോഴി, കുട്ടിത്ത, കോബറ, കരികുരങ്ങ് എന്നീ കാട്ടുമൃഗങ്ങളുമുണ്ട്. ഇതൊരു കലയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കലയിൽ കൂടുതലും കായാണ്. കൂത്ത്, കൂടിയാട്ടം, കാവടിയാട്ടം, കുറുത്തോട്ടം, കുത്തോട്ടം, കടവാളി, കോൽകളി, കൊല്ലന്നൂർ, കുമ്മാട്ടി, കഥകളി. ആയോധന കലകളും 3 കായാണ്. കരാട്ടെ, കളരി, കുംഫു. കാണുന്നതും കാണാത്തതുമായ അവയവങ്ങളൊക്കെ കായാണ്. കൈ, കല്ല്, കണ്ണ്, കതിർ, കല്ല്, കവിള്, കഴുത്ത്, കക്ഷം, കൺപീല്, കർണം, കൊമ്പ, കിഡ്നി, കുടവയർ, കൃഷ്ണമണി എല്ലാം കായാണ്. കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം കാകാരന്മാരാണ്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കമാനം, കട്ടോട്ട്, കള്ളപ്പണം, കയ്യാങ്കളി, കയറിൽ, കയറ്റുവല, കൊല, കത്തിക്കുത്ത്, കൂട്ടിക്കുടുപ്പ്, കോഴിക്കോട്ടുവിനും കഞ്ഞ് കേരളയിൽ വരെ എത്തിയിരുന്നു. കേരള കയ്യിൽ തുടങ്ങുന്ന കാക്കാര്. ഇനി
പെട്ടെന്ന് നിർത്താം. ഞാൻ കണ്ടു തീർത്തിട്ടുള്ള സിനിമകളെക്കുറിച്ച് പറയാം. ഞാൻ കണ്ടു തീർത്തിട്ടുള്ള മിക്ക സിനിമകളും സിനിമകളാണ്, ചിലരെ പോലെ സിനിമകളല്ല. ഞാൻ കണ്ടു തീർത്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് പറയാം. കമലത്തൻ, കർമ്മത്തൻ, കളിയാട്ടം, കളിവീട്, കളിക്കളം, കളിഞ്ഞാല്, കഴകം, കമ്പോടം, കടൽ, കമ്മീഷ, കർമ്മ, കഥാനായകൻ, കണ്ണാടിക്കടവത്ത്, കള്ളം പോയത്തനം, കണ്ണക്കപ്പത്തൻ, കല്ലിച്ചെല്ലമ്മ, കണ്ടത്ത് കിടത്തൻ, കടിഞ്ഞു, കല്യാണം, കല്യാണപ്പറ്റുന്ന, കല്യാണ കച്ചേരി, കളമശ്ശേരി, കല്യാണം, കടത്തടൻപാടി, കണ്ണമ്പരത്തച്ഛൻ, കള്ളിയും കാട്ടുനിരി, കനൽക്കാറ്റ്, കടൽക്കാറ്റ്, കടവ്, കല്ലുകൊണ്ട് പെണ്ണ്, കന്യാമാരി, കവിത, കണ്ടപ്പച്ചോട്ട്, കടത്തകളിൽ, കക്കത്തുടരം, കാതുരം, കാണാമറയത്ത്, കാരുണ്യം, കാട്, കാലാപ്പാനി, കാർണിവൽ, കാണാക്കനവ്, കാഞ്ചനം, കാവടിയാട്ടം, കാട്ടുകുതിര, കാശ്മീരം, കാബുളിവാല, കിരീടം, കിലുക്കും, കിലുക്കാമ്പട്ടി, കിഴക്കും പക്ഷി, കുറുപ്പനം, കണവസം, കുലപതി, കുലം, കൊക്കരക്കും കഴിഞ്ഞ്, കിങ് ഓഫ് കൊത്തയും കഴിഞ്ഞ്, കണ്ണൂർ സ്ക്വാഡും കഴിഞ്ഞ്, KGF കഴിഞ്ഞ്, കാന്താര വരെ എത്തിയിരിക്കുന്നു. കായലാരംഭിക്കുന്ന സിനിമകളിൽ നിന്നും കൂടെ പറഞ്ഞുകൊണ്ട് വീണ്ടും വരാം, വീണ്ടും കാണാം. ഒരുപാട് കലാകാരന്മാരും കലാപരിപാടികളും ഇനിയും ഈ വേദിയിൽ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം വേദിയിൽ നിന്ന് വിടവാങ്ങുന്നു. താങ്ക് യു വെരി മച്ച്.